ഹായ് സുന്ദരീസ്. അമ്പോ, ഇതാണല്ലേ ഈ സൺ കിസ്ഡ് ലുക്ക് എന്നൊക്കെ പറയുന്നത്. ശരിക്കും കണ്ണിലേക്ക് വെയിലടിക്കുമ്പോൾ കണ്ണിൻ്റെ കളർ വരുന്ന നല്ല രസമല്ലേ. എനിക്ക് ഈ കണ്ണാണ് കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടം. എനിക്ക് കണ്ണിൻ്റെ കളർ വേറെ ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഒരു നോർമൽ കണ്ണാണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല, കുറച്ചൊരു ബ്രൗൺ കണ്ണാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബ്രൗൺ കണ്ണാണ് ഏറ്റവും ഇഷ്ടം. വെയിലടിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ബ്രൗൺ ആവുള്ളൂ. പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനത്തെ കണ്ണായിരുന്നെങ്കിൽ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ണും അതേപോലെ തന്നെ നല്ല പൊക്കും. ഇത് രണ്ടും എനിക്കില്ല. നമുക്കില്ലാത്തതാണ് കൂടുതൽ ഇഷ്ടമാവാം. അപ്പോൾ ഇന്ന് അമ്മ വരും കേട്ടോ. അമ്മയും ഉണ്ണിയും കൂടിയിട്ടാണ് വരിക. എന്നിട്ട് കാറിലാണ് കേട്ടോ വരിക. അപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരും, കുറേ കഴിക്കാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരും, ഡ്രസ്സൊക്കെ കൊണ്ടുവരും. ഡ്രസ്സൊന്നും നമ്മളിവിടെ ഇറക്കില്ല കേട്ടോ, നേരെ നമ്മൾ ഫ്ലാറ്റിലാണ് കൊണ്ടുപോവുക. അപ്പോൾ അമ്മയും ഉണ്ണിയും കൂടി വരാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ അമ്മ ഇവിടെ നിൽക്കും. ഉണ്ണി നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് ബാംഗ്ലൂർക്ക് കാറിൽ തന്നെ പോകും. അവന് ഭയങ്കര ഇഷ്ടം ഡ്രൈവ് ചെയ്യാനായിട്ട്. എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്യും. തൃശ്ശൂരിൽ നിന്ന് ദേമക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് ഷൂസ് ഊരിയിട്ടിരിക്കണം കണ്ടോ. ഇങ്ങനെ കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ. എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കും. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഗോവയിലേക്ക് അവൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യാം. അത് ഒറ്റ സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഒരു മടുപ്പും ഇല്ലാണ്ട് എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്തോളൂ. അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് പേടിയാട്ടോ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ സമ്മതിക്കില്ല. ഞാനും അമ്മയ്ക്ക് ഇങ്ങനെ പറയും വേണ്ട 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 വേണ്ട, അത്ര ദൂരം പോകണ്ട. ഇവൻ ഈ റോഡ് ട്രിപ്പും അങ്ങനെയൊക്കെ പോവുകയും. പക്ഷെ നമുക്കൊരു ടെൻഡൻസി ആണല്ലോ, പേടിയായതുകൊണ്ട്, വണ്ടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ. അപ്പം എന്തായാലും അമ്മയും ഉണ്ണിയും കൂടി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു 4 സാധനങ്ങളൊക്കെ കൊണ്ട് വരും അമ്മയും ഉണ്ണി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. അത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ. അപ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ വിളിക്കാല്ലേ. അല്ല, ഇതും ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. ക്രാഫ്റ്റ് ഐറ്റംസ്. ഉപ്പ് വരെ അമ്മ അവിടെ നിന്ന് കൊണ്ട്. അയ്യോ, ഇത് നമ്മുടെ ഇവിടുത്തെ കോമൺ പെട്ടിയാണ് കേട്ടോ. നമ്മള് ബ്രെഡ് കൊടുത്തിട്ട് അഹങ്കാരി കഴിച്ചില്ല. അയ്യടാ, അതും കൊടുത്തില്ല, അതും കഴിച്ചില്ല. അമ്മ എന്തിനാ അതിന് വെറുതെ കൊടുക്കുന്നത്? അതിന് ഓറിയോ ബിസ്ക്കറ്റും അതൊക്കെ മതി. മുളകോ അതൊക്കെ എടുത്തായിരിക്കും. മല്ലിപ്പൊടിയോ? നാച്ചുറാലിറ്റിയോ? പൊടി. ഫൈനലി കഴിക്കുമ്പോട്ടാ. ഇഷ്ടായാ കാലു? ഇഷ്ടായോടാ? ഇവിടുത്തെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള പട്ടിയാണ്. ഇതെല്ലാം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകും. അമ്പടാ, എത്ര തേങ്ങയുണ്ടാ? എണ്ണില്ലേ? കുമ്പളങ്ങൊക്കെ ഉണ്ടല്ലോ. എന്ത് പൊന്നേ, ഫിനോയിലോ? Man, that's crazy. എല്ലാം അതുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അടുക്കളയിലേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാ തേങ്ങയുണ്ട്, പിന്നെ മണി പ്ലാന്റ് കൊണ്ടുവരാം. പിന്നെ കുറച്ച് അടിയിലേക്ക് കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് ഇത്? ഉപ്പ്, മുളക്, കായം, പലചരക്ക്, പപ്പടം, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറി വേറെ. ഇതിനകത്ത് നമ്മുടെ ഫേവറേറ്റ് ലോഷൻസ് ഉണ്ട് കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ടുള്ള ലോഷൻസ്. ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇടിച്ചക്ക, അങ്ങനത്തെ കുറച്ച് സാധനം, മാങ്ങ, അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള സാധനങ്ങൾ. ഇത് മുളക്. പിന്നെ എനിക്ക് തോന്നുന്നു ആമസോണിലുള്ള പാർസൽ വന്നിട്ടുണ്ടായിരുന്നത്, അതവിടെ ഉണ്ടായിരുന്നത്. ഇത് പലഹാരങ്ങളാണ് കേട്ടോ. അച്ചപ്പം, അതാണ് ഇപ്പോൾ എടുത്ത് അമ്മ കൊടുത്തത്, കാലൂന് കൊടുത്തത്. പിന്നെ മിക്സർ, മുറുക്ക്, അങ്ങനത്തെ. പിന്നെ ഇതാ ഇഡ്ലിപ്പൊടിയാന്ന് തോന്നുന്നു കേട്ടോ അത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അയ്യോ, ഇത്രയും സാധനങ്ങളാണ് കിച്ചണിന് വേണ്ടിയിട്ടുള്ളത്. ഇത് കൂടാണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ. അത് നമ്മൾ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ കൊണ്ടുപോവുക. ഞാനിപ്പോൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ലെമൺ ടീ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അമ്മയ്ക്ക് വേണ്ടെന്ന്. പിന്നെ ഇതാ റൈസ് ഉണ്ടാക്കിയത്. ഞാൻ ടീച്ചർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റൈസ് ചപ്പാത്തി വേണമെന്ന് ചോദിച്ചിട്ട് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കുഞ്ഞു ഏട്ടനിപ്പോൾ ഓഫീസിലായിരുന്നു കേട്ടോ. എന്താണത്? എന്താത്? കുട്ടി ആ കൺഫ്യൂസ്ഡ് ചെയ്ത് എന്തൊക്കെയാണ് ഈ പാക്കറ്റിലുള്ളതൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ളത്.
അതെന്തോരു പൊടിയാണ്, അവലോസ് പൊടിയാണോ ഇഡ്ലി പൊടിയാണോ അറിയില്ല, അച്ചപ്പുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ക്യാൻറ്റീനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് ഒരു പാവ് ഭാജി പോലത്തെ ഒരു സംഗതി. പക്ക പാവ് ഭാജി എന്ന് പറയാൻ പറ്റില്ല, കാരണം കറിയിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ മുട്ട സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ. മുട്ട നമുക്ക് 2 മുട്ട എടുക്കാം. പിന്നെ ബോൺവിറ്റയുണ്ട്, കാപ്പിയുണ്ട്. അപ്പോഴാണ് ഇമ്മക്കുട്ടി പറയണത് നന്നായിട്ട് പല്ലിളകുണ്ട് എന്നുള്ളത്. ഇന്നലെ ചെറുതായിട്ട് ഇളകുണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ നന്നായിട്ട് പല്ലിളകുന്നുണ്ട്. ഇമ്മക്കുട്ടിയുടെ ആദ്യത്തെ പല്ലാണ് കേട്ടോ ഇളകണത്. 6 വയസ്സിന് ശേഷം ആണ് ഫസ്റ്റ് പല്ല് ഇളകണം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് പല്ല് പറിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ കുഞ്ഞി പല്ലായതുകൊണ്ടൊന്നും കിട്ടണമൊന്നുമില്ല, അറിയില്ല എങ്ങനെ പറ്റുക എന്നുള്ളത്. പിന്നെ ഇതാ ക്യാൻറ്റീനിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ പാവ് ഭാജിയുടെ സാധനങ്ങളും, പിന്നെ അതിൻ്റെ സവോള, കറി, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ ഉണ്ടാവും, മുട്ടയുണ്ട് അവിടെ. പിന്നെ ആ മിക്സർ പോലത്തെ സാധനമുണ്ട് പാവ് ഭാജിയുടെ മീതെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് കാപ്പി, ചായ, ബോൺവിറ്റ, അതേപോലെ മുട്ട, അതൊക്കെ ഉണ്ട്. 50 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. നോക്കട്ടെ, അടിപൊളിയായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ. എന്താ പ്ലാൻ? ഇമ്മക്ക് ഇമ്മയുടെ പല്ല് കാണുന്ന പറഞ്ഞത്. പില്ലോന്റെ അടിയിൽ ഇടുവോ? എന്നിട്ടോ after that the tooth fairy will come and exchange it to something else. എന്താ തരിക ടൂത്ത് ഫെയറി? അതറിയില്ല അല്ലേ. കുഞ്ഞ് എന്താ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ആഗ്രഹിക്കണേ? എന്തെങ്കിലും ഒരു മുട്ടയാണെങ്കിൽ അല്ല, പിന്നെ അപ്പൊ എന്തോ ആഗ്രഹം ഉണ്ട്, പറഞ്ഞോളൂ. എന്താണ് മറ്റൊരു വീഡിയോത്തെ പോലെ സ്കൂള് കത്തി സ്കൂള് പൊളിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുട്ടി വീഡിയോ ആഗ്രഹം. പരീക്ഷ പേപ്പറൊക്കെ കത്തിച്ചു. ഞാനിപ്പോ താഴെ ഇട്ടോ, എനിക്ക് പറ്റുന്നില്ല എടുക്കാൻ. അല്ല, എന്തിനാ എടുക്കണേ? എനിക്ക് ആഗ്രഹമായിട്ട് ചിലപ്പോ എടുക്കണതാണ്. കാണണ്ടോന്ന് അറിയില്ല. നല്ല ഇളകുണ്ട് കേട്ടോ, നല്ലോണം ഇളകുന്നുണ്ട്. പക്ഷെ റൂട്ട് ഇപ്പൊ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ എനിക്ക് തോന്നണേ, ഈ ഗ്ലാസ്സസ് മറ്റേ ബ്ലൂ റേസ് കടത്തി വിടാത്ത കാരണം ഭയങ്കരമായിട്ട് ആ ബ്ലൂ കളർ കാണാൻ തോന്നുന്നു അല്ലേ? ഇപ്പൊ തന്നെ നാക്കോണ്ട് തള്ളി പുറത്തിടോ? കുട്ടിയുടെ ഫസ്റ്റ് ടൂത്താണ് കേട്ടോ. ഐ യു എക്സൈറ്റഡ്? ടേക്ക് എ ഡീപ് ബ്രെത്ത്. She go to the dentist. Why? അമ്മ ഇന്നപ്പോ അമ്മ വിശ്വാസില്ലേ? Should we go to the dentist? എന്തേ? So painful. No baby, no, it's സുഗള വേദനയാണ്. സുഗള ഇല്ലടാ. Amma is there for you. How to remove teeth for 6-year-old? By thread. ദാ ഇല്ലിട്ടാ. ഇത് ഏത് ഭാഷ? നോക്കട്ടെ. ഇത് കുറച്ചും കൂടി ആവാണ്ട് തോന്നുന്നു. നമുക്ക് നാളെ പറിച്ചാലോ? നാളെ എന്തായാലും സൺഡേ ആണല്ലോ. വി ഹാവ് ഇനഫ് ടൈം. അപ്പോൾ നാളെ പറിക്കാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാനിരിക്കാം. എനിക്കൊരു കുട്ടി ഷൂട്ട് ചെയ്യുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പൊങ്കൽ ഷൂട്ട്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ഉണ്ടായത് കണ്ടോ? എൻ്റെ നഖം കണ്ടോ? ഓൾമോസ്റ്റ് ഇതാ കാണാണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടോ? ഓൾമോസ്റ്റ് നഖം ഇങ്ങനെ പറഞ്ഞ് ഇതാ ഇത്ര പോയിന്നേ, ഇങ്ങനെ ആയി. പക്ഷെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം ഇതിനെ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്തായാലും ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇരിക്കട്ടെ, ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ, പറിക്കണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ കൂടെ നഖം വരും, 6 ആഴ്ച എടുക്കും. അതിലും വലിയ പ്രശ്നം. ബാഡ്. അപ്പൊ ഇതെന്താ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതെന്താ വെച്ചാൽ എൻ്റെ നഖത്തിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് അടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ നഖം തട്ടിയപ്പോൾ ഇത്രയും അങ്ങോട്ട് അകന്നു വന്നു. നല്ല ജീവൻ പോകുന്ന വേദനയായിരുന്നു. നല്ല വേദനയായിരുന്നു. 2 ദിവസത്തേക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ തട്ടിയ സമയത്തെ വേദന ഒന്നും പറയാനില്ല. പക്ഷേ ഇവൻച്വലി വേദനയൊക്കെ മാറി. ഇതങ്ങ് ഫുള്ള് ഇതായി. പിന്നെ ആ ഇൻഫെക്ഷൻ്റെ ഉണ്ട്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. നല്ല വേദന ഉണ്ട് കേട്ടോ. അതൊന്നും വേദനയൊന്നും പ്രശ്നമില്ല. ഡോക്ടർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് നഖം വളർന്നു വരും. അപ്പൊ അത് ചിലപ്പോൾ ഇത് തനിയെ പോവും. അതല്ലാണ്ട് നമ്മൾ പറിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ, നഖം പോയി കഴിഞ്ഞാൽ ഭയങ്കര പാട്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ അപ്പൊ നമുക്കിനി ഷൂട്ട് തുടങ്ങാം.
ഓക്കെ എടാ ഇതെന്താ ഹിന്ദി സീരിയലിലൊക്കെ ഉള്ള പോലെ. ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഭയങ്കര ഒരുക്കായിരുന്നു. പൊട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നു. Can see how I put one here, one here. അവസാനം ഏട്ടൻ പറിക്കാൻ പോവാണ്. ഏട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. Come on dude, you can do it. ഇതെന്താ പൊട്ടോ നോക്കട്ടെ. ഏട്ടന്റെ മൊത്തം എന്താ പൊട്ടോ? അത് വെളിയിടിപ്പിക്കണ മറ്റേ ഹിന്ദി സീരിയലിലെ കോമളിക്ക അതിലത്തെ പോലെ പൊട്ടിക്കും. നോക്കൂ ഏട്ടന്. എനിക്ക് തോന്നുന്നു നാളെ രാവിലേക്ക് സെറ്റ് ആക്കാം നമുക്ക്. ഇങ്ങനെ ഇമ്മക്കുട്ടിയുടെ എന്തായി ഫൈനലി യെസ് നമ്മള് വെനസ്ഡേ കണ്ടോണ്ടിരിക്കാണ്ട്. ഇത് പിറ്റേ ദിവസമാണ്. ഞാൻ ഇറക്കിയിട്ടൊന്നും പോയില്ല. Good thing that I didn't cry. No, you shouldn't cry. കരഞ്ഞൊന്നുമില്ല. അമ്മ ഇങ്ങനെ ഇളക്കി ഒറ്റ വരും. എനിക്ക് പക്ഷെ കിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുഞ്ഞു വാതില് അല്ലേ. I'm not a house girl. നമ്മള് വെനസ്ഡേ കണ്ടോണ്ടിരിക്കാണ്ട്. എത്രാമത്തെ എപ്പിസോഡ് എത്തിയില്ല? 6th എപ്പിസോഡോ? 6th എപ്പിസോഡ് എത്തിയോ നമ്മള് വെനസ്ഡേ. അപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഇമ്മക്കുട്ടി പറഞ്ഞു ഇൻസ്പയർ ലുക്ക് ചെയ്യണം വെനസ്ഡേ ഡേ പറഞ്ഞിട്ട്. I have black hair. Like we can just do that braid. That one. Okay. We can just put a braid over here and then tie it back. I think my hair is enough. No, for that braid. Or else we will make Purvi the and I will be that like the small one? The blonde hair one. കുഞ്ഞിന് ബ്ലോണ്ട് ഹെയർ ഇല്ലല്ലോ. But it's okay. അപ്പൊ എന്തായാലും പല്ല് പോയി. എന്തായാലും അടിപൊളിയല്ലേ. Now I can relax. ഓക്കെ അപ്പൊ ഞങ്ങൾ വെനസ്ഡേ കാണട്ടെ. ഇന്നത്തോട് ക്രേമക്കുട്ടിയുടെ പരീക്ഷ എല്ലാം കഴിഞ്ഞു. ഹാപ്പി. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഷ്ടി ഒരു എപ്പിസോഡൊക്കെ കാണുന്നു. ഇപ്പൊ 2 എപ്പിസോഡ് കണ്ടിട്ട് കിടക്കാൻ വിചാരിച്ചിട്ടാണ്. അല്ലേ ബേബി? Say good night. Good night.